ലോറ്റീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ 97ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പം പതിപോലെ ബിഗ് ബോസ് പാട്ടിട്ട് എല്ലാം ഡാൻസ് കളിച്ചു. ഇപ്പോൾ കുറേ പേരുണ്ടല്ലോ ഫുൾ സ്ട്രെങ്ത് അതിലൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ ഡാൻസുകളും നല്ലായിരുന്നു. അതിനുശേഷം പിന്നെ കാണുന്നത് അനുവും ഈ ലക്ഷ്മിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അനു കുറേ ന്യായീകരണം നടത്തി. ഇപ്പം അനു കുറേ ദിവസങ്ങൾ 2-3 ഒരാഴ്ച കൊണ്ട് എല്ലാവരുടെ അടുത്ത് ഈ വന്നവരോടെല്ലാം ഓരോരുത്തർ ഇത് ന്യായീകരണം നടത്തുന്നുണ്ട്. ജെസിൻ്റെ അടുത്ത് പോകുന്നു, അഭിലാഷിൻ്റെ അടുത്ത് പോകുന്നു, പിന്നെ ആരൊക്കെ വെളിയിൽ വന്നു അവരുടെ എല്ലാം പോയി ന്യായീകരണം നടത്തുന്നു. കാരണം കഴിഞ്ഞ നാളുകളിൽ നടന്ന അവരുടെ വഴക്കിൻ്റെ കാര്യങ്ങളൊക്കെ ന്യായം നടത്തി പുള്ളിക്കാരി തന്നെ അങ്ങ് ന്യായീകരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ന്യായീകരണം നടത്തും. ശൈത്യ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ലക്ഷ്മി ഇത് പിന്നെ ഷൗട്ട് ചെയ്തെന്താണ്, അപ്പം ലക്ഷ്മി അപ്പം പറഞ്ഞ കട്ടപ്പ എന്ന് പറഞ്ഞെന്നോ കമൻറ്റ് വന്നെന്നോ സൈബർ ബുള്ളിങ് ചെയ്തെന്നോ എന്നൊക്കെ പറയുന്നു. അതുപോലെ ഇതുപോലെ ഒരു കൂട്ടുകാരിയെ ആർക്ക് കിട്ടരുത് എന്ന് പറയുന്നു. പിന്നെന്താ, അപ്പം അനു പറഞ്ഞു ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പിണക്കമായിരുന്നു, വാശിപ്പുറത്ത് മിണ്ടിയില്ല. അപ്പോഴാണ് അവൾ അക്ബറിൻ്റെ ഗ്യാങ്ങിൽ പോയത്. പിന്നെ ഞാൻ മിണ്ടാനേ പോയില്ല, വിളിക്കാനേ പോയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശൈത്യ ചെയ്ത വലിയൊരു അന്യായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ആര്യനും ക്രഷ് തോന്നി, എനിക്ക് ആര്യൻ എന്നോട് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി. അപ്പം അത് ശൈത്യ പറയുന്നതാണ് പുള്ളിക്കാരി പറയുന്നത്, നമ്മളല്ല അറിഞ്ഞത്, അനു തന്നെ പറഞ്ഞതെന്നാണ്. ഇന്നലെ വീഡിയോയിലും പുള്ളിയാണല്ലോ പറഞ്ഞത്, എനിക്ക് ഫസ്റ്റ് ക്രഷ് തോന്നിയ പുള്ളിക്കാരൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ അവളുടെ സ്വഭാവം മനസ്സിലായി എന്ന് പറഞ്ഞ് ഒരേ ന്യായീകരണം. ഈ അനുവിനാണ് എപ്പോഴും ന്യായീകരണമുണ്ട്, എന്ത് പറഞ്ഞാലും ന്യായീകരിക്കും. അത് ആരെങ്കിലുമൊക്കെ പുള്ളിക്കാരി പിടിച്ചവരോട് ഇങ്ങനെ ന്യായീകരിക്കും. അതൊരു മനസ്സുഖമാണ് പുള്ളിക്കാരിന്. പിന്നെ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് കിച്ചണിൽ വെച്ചാണ്. അവിടെ വെച്ച് അനു പറയുന്നുണ്ട് നൂറ പോലും ക്യാപ്റ്റനായി എന്ന് പറഞ്ഞു. അപ്പം നൂറ പോലും ക്യാപ്റ്റനായി എന്ന് പറഞ്ഞാൽ നൂറ് അത് ഡിസേർവ് അല്ലെന്നല്ലേ അതിനർത്ഥം. അങ്ങനെ അപ്പം കേൾക്കുന്നവർക്ക് അങ്ങനെ തന്നെയല്ലേ. അപ്പം അത് അക്ബർ കയറി പിടിച്ചു. അപ്പം അക്ബർ പറഞ്ഞു അതെന്താ നൂറ പോലും, അപ്പം അനു ആയില്ലല്ലോ, അതിനാണ് ഈ പറയുന്നത്. അപ്പം പറഞ്ഞ് അക്ബറെ നീ എല്ലാം വളച്ചൊടിക്കുന്ന ഒരാളാണ്, ഇത് വളച്ചൊടിക്കല്ലേ എന്ന് അനു അക്ബറിനോട് പറഞ്ഞു. പിന്നെ കാണുന്നത് അനീഷിനെ ബിഗ് ബോസ് വിളിക്കുന്നു. എന്തിനാ, മറ്റേ കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് കണ്ണാടി നോക്കി മനസ്സുറക്കുക എന്ന് പറഞ്ഞാൽ അനീഷോട് തന്നെ സംസാരിക്കും. അപ്പം അനീഷ് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ വരുന്നതിന് മുമ്പേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ സമയത്ത് ബിഗ് ബോസിൽ വന്നത്, അതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ സൗഹൃദത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷാനവാസിന് പ്രത്യേക നന്ദി പറയുന്നുണ്ട്. അതുപോലെ ഇമോഷണൽ കണക്ഷൻസ് ഒത്തിരി പേരോട് തോന്നിയിട്ടുണ്ട്. പ്രണയം തുറന്ന് പറഞ്ഞു. മറുവശത്ത് ആൾക്ക് ആ പ്രണയം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല, പക്ഷെ അത് സുഗന്ധമുള്ള ഓർമ്മയായിട്ട് എനിക്ക് സൂക്ഷിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലായ ഇഷ്ടം കാണുമെന്ന്. പിന്നെ അനുഭൂതി നിറഞ്ഞതായിരുന്നു, വിന്നറാകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ബിഗ് ബോസിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു. അങ്ങനെ അത് അവസാനിച്ചു. പിന്നെ ഞാൻ വിളിച്ചത് അക്ബറാണ്. അക്ബർ പറഞ്ഞത് കുറേ കാര്യങ്ങൾ, കുറേ വിഷമങ്ങളൊക്കെ തരണം ചെയ്താണ് ഞാൻ ബിഗ് ബോസിൽ എത്തിയത്. ഒരു സിംഗറായിട്ടുള്ള ഞാൻ ഈ ബിഗ് ബോസിൽ വന്ന് എന്ത് ചെയ്യാനാണെന്ന് എല്ലാവരും ചോദിച്ചു. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ടിട്ടുണ്ട്, മുഖം നോക്കിയിട്ടില്ല. പിന്നെ തെറ്റുകൾ ചൂണ്ടി കാണിച്ചിട്ടുണ്ട്, PR-നെ പേടിച്ചിട്ടില്ല. ബെസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് അക്ബർ. പിന്നെ കുളിക്കില്ല നനയ്ക്കില്ല സ്മെല്ലാണ്, ഒന്നും അറിയത്തില്ല എന്നൊക്കെ അനു പറഞ്ഞ സമയത്ത് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. അത് കുറേ വിഷമങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. അതുപോലെ അനുമോള് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ ടൈമിലും അത് വിഷമമായിരുന്നു, അതും ഞാൻ തരണം ചെയ്തു. അതുപോലെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് വീണ്ടും പറയുകയാണ്. അനുമോളുടെ PR-നെ കൊടുക്കാൻ വേണ്ടി ആദിലേക്ക് കയ്യിൽ ഒരു നമ്പർ കൊടുത്തു വിട്ടെന്നും അത് അവിടെ ചെന്നിട്ട് അക്ബറിനെ കരിവാരി തേക്കണമെന്ന് പറഞ്ഞെന്നൊക്കെയാണ് ആ സമയത്ത് അക്ബർ അവിടെ പറഞ്ഞത്. പിന്നെ അപ്പാനി സൗഹൃദം അതൊരു ക്വാളിറ്റി സൗഹൃദമാണ്, അത് ഞങ്ങൾ നല്ലതുപോലെ കീപ്പ് ചെയ്തു. പിന്നെ അവസാനം പറഞ്ഞിട്ട് യു ആർ ദ ബെസ്റ്റ്, വിന്നർ ആയാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞത് അവസാനിച്ചത് കൊള്ളായിരുന്നു. അനുമോൾ പിന്നെ അവിടെ ഇരുന്നോട് പറയുന്നുണ്ട്, അപ്പോഴും ലക്ഷ്മിയാണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നത് അനുമോള് നൂറയോടെ ഈ വന്നവരെന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടല്ലേ അവൾ എന്നോട് മിണ്ടാത്തത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അങ്ങ് മറന്നുപോയി. അപ്പോൾ ആരോ എന്തോ പറഞ്ഞു കൊടുത്തപ്പം മിണ്ടാത്തതെന്നാണ് അനു പറയുന്നത്. വെറുതെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നത്, ഈ കറക്റ്റ് കാര്യങ്ങൾ പുള്ളിക്കാരി പറയത്തില്ല.
പിന്നെ പിന്നെ പറഞ്ഞ അനുമോള് പറഞ്ഞു ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഉടനെ അക്ബർ എന്നിട്ട് ഒനീലി എന്നിട്ട് അക്ബറിനോട് ഈ ടിഷ്യൂ പേപ്പർ നമ്പർ എഴുതി കൊടുത്ത കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ രണ്ടുപേരും അത് ക്ലാരിറ്റി വരുത്തി. ഒനീൽ ഓക്കെ എനിക്കെല്ലാം മനസ്സിലായെന്നൊക്കെ അവർ പോകുന്നു. പിന്നെ അനുമോള് ജസിനുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ അവിടെ ഈ നമ്പർ കൊടുത്ത കാര്യം തന്നെ പറഞ്ഞു. അയ്യോ ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ, അക്ബറിനെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയുമോ, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് പറയാം. ഒരേ കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. അപ്പോൾ അവിടെ ആളൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അമ്മ സത്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞ ഉടനെ പുള്ളി ശാപമാണ് പറഞ്ഞത് ആദില അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവൾ അനുഭവിക്കും. എന്താ അനുഭവിക്കാൻ? ഒന്നും അനുഭവിക്കാനില്ല. അതുപോലെ ഞാൻ ചത്തുകളയെന്ന് തന്നെ പറയുന്നു. ആര്യനോടാണ് പറയുന്നത്. അപ്പൊ ആര്യനിലെ ആര്യന് എന്ത് പറഞ്ഞാലും ഒരു തവള തമാശയല്ലേ. അപ്പൊ ഉടനെ അനുകൂടനെ അക്ബറിനെ വിളിക്കുക, ഇതൊക്കെ സംസാരിക്കണം. അപ്പൊ അക്ബറിനെ വിളിക്കുക. അക്ബർ അത് വഴി അങ്ങ് പോയി. അക്ബർ എനിക്കിതൊന്നും കേൾക്കണ്ട, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്, എനിക്കതെന്ന് പറയണ്ട, എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആര്യനങ്ങ് പോകുന്നു. അപ്പൊ പിന്നെ എല്ലാവരും അവിടെ നിന്നവരെല്ലാതെ ഇടപെടുന്നു. അപ്പം അനു പറയുന്നത് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുന്നു, ഇവിടെ ഒരു ദിവസമല്ലേ ഉള്ളൂ, ഇനി അങ്ങോട്ട് ഓടാനാ, ഇത്ര ദിവസം നിൽക്കാതെ പിന്നെ ആൾ ഒരു ദിവസം നിൽക്കുന്നതിന് കുഴപ്പമുണ്ടോ? വെറുതെ പറയുന്ന ഈ ചുറ്റും നിൽക്കുന്നവരെയൊക്കെ പേടിപ്പിക്കുക പുള്ളി വെറുതെ പറയുന്നത്. പിന്നെ പുള്ളിക്കാർ പറഞ്ഞു ഇത് നേരത്തെ അറിഞ്ഞത് നന്നായി, നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അവസാന ദിവസം ആയില്ലേ, ഇനി എപ്പോഴും അറിയുന്നത്, ഇത് ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായല്ലോ. അപ്പൊ പുള്ളിക്കാർ പറഞ്ഞേ പുള്ളി ഇനി 100 ദിവസം ഇവിടെ താമസിക്കാനുള്ള പുറപ്പാടില്ലാന്ന് തോന്നുന്നു, നേരത്തെ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഞാൻ പറയത്തില്ല. പിന്നെ നൂറയോട് ചോദിക്കുമ്പോൾ നൂറ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, ഞാനകത്ത് ഇടപെടത്തില്ല, കാരണം നിങ്ങൾ തമ്മിലുള്ള അനുവും ആദിലയും തമ്മിലുള്ള കാര്യമാണ്, ഞാനിനകത്ത് ഒന്നുമല്ല, ഇതിനകത്ത് ഇടപെടരുതെന്ന് പറഞ്ഞുള്ള കൈകൂപ്പി പറയുന്നു. അങ്ങനെ അങ്ങ് അവസാനിക്കുന്നത്. പിന്നെ ശിവാംഗിയുടെ പാട്ട് എനിക്ക് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരിയാണ് ശിവാംഗി. ആ സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, സംസാരിക്കുന്ന രീതികളൊക്കെ. അപ്പം അവിടെ പാട്ട് പാടി, അക്ബറിന് പാട്ട് പാടി, ഗോൾഡൻ ചാൻസ് ആണ് അക്ബർ പാട്ട് പാടി, നല്ല പാട്ടുകാരൻ അക്ബർ. അതുപോലെ നെവിൻ പാട്ട് പാടി, നെവിൻ നല്ല പാട്ടുകാരനാണ്. പിന്നെ രേണു, സരിക ഇവരൊക്കെ പാട്ട് പാടി. അപ്പോൾ നല്ലൊരു സന്ധ്യ, അതെല്ലാം ഡാൻസ് കളിച്ച് വളരെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ അത്താഴ വിരുന്ന്. അപ്പോൾ ഈ അത്താഴ വിരുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് വെക്കോണം അവിടെ അനൗൺസ് ചെയ്തു. അപ്പം നല്ല അത്താഴം എന്ന് പറഞ്ഞാൽ ബിരിയാണിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുന്നു. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് അക്ബർ പിന്നെ ഡയലോഗ് പറയും, എനിക്കിപ്പോൾ കപ്പല്ല പ്രാധാന്യം, എന്നെ കരിവാറ്റിൽ കേൾക്കണമെന്നും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ഡേർട്ടി ഗെയിം എനിക്ക് പറയണം, അതൊന്ന് തുറന്ന് കാണിക്കണം, അത് ചെയ്തവർ തുറന്ന് കാണിക്കണം എന്നൊക്കെ അക്ബർ വളരെ വിഷമത്തോടെ പറയുന്നു, കരയുന്നുണ്ട് അക്ബർ. അപ്പം ലക്ഷ്മി ചൂടാവുന്നുണ്ട്. ലക്ഷ്മി അവിടെ എന്തൊക്കെയോ പറഞ്ഞു. ലക്ഷ്മി എപ്പോഴും ഈ പ്രിൻസിപ്പൽ പരിവേഷം തന്നെയാണ്. ലക്ഷ്മിയുടെ ആ ടോണും ഒരേ ടോണാണ്, അതിൽ നിന്ന് താഴോട്ട് വരത്തില്ല. അപ്പം ആ പരിവേഷത്തോടുകൂടി കാലുമേ കാലൊക്കെ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അനുവിനോട്, കരയരുത്, പിന്നെ എന്താ പറയുന്നത്, ഒറ്റയ്ക്ക് നിന്നാലേ ജീവിക്കാൻ പറ്റൂ, കരയാതെ നിൽക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരും വരത്തില്ല രക്ഷിക്കാൻ, ആരും വരത്തില്ല. അങ്ങനെ വരത്തില്ല എന്നൊന്നുമില്ല, ആൾക്കാരൊക്കെ വരും. നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വരത്തില്ലേ, നമ്മുടെ പേരൻസ് ഉണ്ടെങ്കിൽ വരത്തില്ല, നമ്മുടെ ഉറ്റവരുടേവരൊക്കെ വരും. അതൊക്കെ വെറുതെ പറയുന്നത്. അവരൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂട്ടണം, എന്നാലേ അവർ വരത്തുള്ളൂ. പിന്നെ സരിക നെവിനോട് പറയാണ്, നെവിനെ 24 മണിക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് നടക്കുന്ന ആളെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയും ഹഗ് ചെയ്ത് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം നെവിൻ പറഞ്ഞു, അയ്യോ വീടങ്ങ് ഉറങ്ങിപ്പോയി, ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ വീടങ്ങ് എന്നേക്കമായി ഉറങ്ങും. അപ്പം അക്ബർ പറഞ്ഞ് പെട്ടെന്ന് സൗണ്ടും പോയി, ഇവിടെ ഇപ്പം നിശബ്ദമായി എന്ന് പറഞ്ഞിട്ട് ആ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പം ഒരു നല്ല എപ്പിസോഡായിരുന്നു. കാരണം വന്നവരെല്ലാം തിരിച്ചു പോയി, ഇനി ഇവർക്ക് ഒരു സ്വസ്ഥമായിട്ട് ഒരു ദിവസം 2 ദിവസം താമസിക്കാമല്ലോ. മറ്റെന്തോരം ബഹളമായിരുന്നു. ഈ വെളിയിൽ നിന്ന് വന്നവർ ഈ വഴക്കിന് വേണ്ടിയാണ് വന്നത്. ഈ വീട് വന്ന് കലുഷിതമാക്കിയിട്ട് പോയി. പാവങ്ങൾക്ക് എന്തിനു വന്നൊരു സപ്പോർട്ട് കൊടുത്ത് അവരെ എൻകറേജ് ചെയ്തൊന്നും സമാധാനിപ്പിച്ചിട്ട് പോകേണ്ടതിന് പകരം അവര് വന്നിട്ട് വെളിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവര് തമ്മിൽ അങ്ങ് വഴക്കാര. അയ്യോ എന്തൊരു വഴക്കാരെന്ന് ഇവരങ്ങ് പെട്ടുപോയി ഇവിടെയുള്ള കണ്ടസ്റ്റന്റുകൾ. ഏതായാലും എല്ലാരും പോയി. അപ്പൊ ഇത് തന്നെ ആയിരിക്കും ബിഗ് ബോസ് മനസ്സിൽ കണ്ടത്, ഇങ്ങനെ വരണം, കുറെ ഓളം ഉണ്ടാക്കണം, പോകണം. അപ്പൊ എല്ലാരും പോയി. ശരിക്കും ആ വീടങ്ങ് ഉറങ്ങിപ്പോയി, അവിടെ ആരുമില്ല. ഇനിയിപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം 6 പേരുണ്ട്, 6 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൂല്ല. അതിലത്തെ മിണ്ടുന്നതെന്ന് പറഞ്ഞാൽ അക്ബറും നെവിനുമാണ്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് അക്ബർ പറയുന്നുണ്ടെന്ന്, എനിക്ക് നീയും നിനക്ക് ഞാനും എന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷ് പിന്നെ കൂട്ടൊന്നും വേണ്ട,
പിന്നെ നൂറേ മനുവാണ് അവർ പിണങ്ങിയത് കൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പ്രത്യേകിച്ച് ആദിലയില്ലല്ലോ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഷാനവാസാണ്. ഷാനവാസിന് അനുവുണ്ട്. പിന്നെ ആരാ, പിന്നെ ആരുണ്ട്, ഇത്ര പേരല്ല, അക്ബറിന് കുഴപ്പമില്ല. അപ്പം ഇത്രയും പേരുണ്ട്. ഇനി നാളെ ഒരു ദിവസം കൂടെ ഒരു തള്ളു തീക്കണം, അതല്ലേ നമുക്ക് വിന്നർ അറിയാൻ പറ്റും. അപ്പം ആരെങ്കിലും ഒരാൾ വിന്നറായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഒരാൾ വിന്നറാവാം. അപ്പോൾ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.